ഇതാണ് കക്ക ഫ്രൂട്ട്. ഏതോ അസൂയക്കാർ ഇതിനിട്ട പേരാണ് കക്ക ഫ്രൂട്ട്. എനിക്ക് പക്ഷേ അതിനോട് ഭയങ്കരമായിട്ട് ടെൻഷനുണ്ട്. കാരണം ഈ ഫ്രൂട്ടിനെ കണ്ടിട്ട് എങ്ങനെ കക്ക ഫ്രൂട്ട് എന്ന് പേരിട്ടെന്ന് ആരായിട്ടാണ് ഇട്ടവനെ കൈ കിട്ടിയാൽ ഇടിക്കണം. കാരണം ഇതിനെ വല്ല തക്കാളിപ്പഴം പോലെ അല്ലെങ്കിൽ നല്ല പഴം വേറെ എന്തെങ്കിലും പേരിടണമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നല്ല പഴുത്ത സാധനമാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് പെട്ടെന്ന് നമുക്ക് വിത്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ നല്ല പഴുത്ത് നോക്കിയെടുത്തത്. 3 ടൈപ്പ്, ഒരു മീഡിയം ടൈപ്പ് പഴുക്കലും അങ്ങനെ പിന്നെ കുറച്ചൊരു അതായത് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും, അങ്ങനെ 3 ഐറ്റമാണ് ഇതെടുത്തേക്കുന്നത്. ഞെക്കി നോക്കുമ്പോൾ ഞെങ്ങുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇതാവും. പക്ഷേ അത് കഴിക്കാൻ അത്ര ടേസ്റ്റൊന്നുമില്ല. പല്ലില്ലാത്തവർക്കൊക്കെ ഈ ഫ്രൂട്ട് കഴിക്കാനുള്ള ആഗ്രഹത്തിന് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് എൻ്റെ അഭിപ്രായത്തിൽ. മറ്റേ കുറച്ചും കൂടെ ഒരു ജസ്റ്റ് ഒന്ന് ഞെക്കുമ്പോൾ ഒരു ചെറിയ ഞെങ്ങലുള്ളതാണ് കൂടുതലും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. പിന്നെ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്ത പപ്പായ കടിച്ചിരുന്ന പോലെ ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഒട്ടും പഴുക്കാത്ത ഈ കളറുള്ളത് ഇതിന് നല്ല ഡാർക്ക് ഓറഞ്ച് കളറുള്ളതും മഞ്ഞ കളറുള്ളതും 2 കളറിൽ അവൈലബിൾ ആണ്. ഇതിന് ഒരു 240 രൂപയൊക്കെയാണ് പൊന്നാനി സൈഡിലൊക്കെ ഉള്ള റേറ്റ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കടയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരെണ്ണമെങ്കിലും വാങ്ങി കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. നല്ല പഴുത്തത് കൂടുതൽ മേടിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് അത്ര ടേസ്റ്റ് അല്ല. മറ്റേതാണ് ഈ ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ് ഉള്ളത്. പിന്നെ മറ്റേത് പഴുത്തിട്ട് വല്ല വയസ്സായിട്ട് പല്ലിന് ഒട്ടും ചവയ്ക്കാൻ വയ്യാത്തവർക്കാണെങ്കിൽ 2 പഴുത്തതോ മേടിച്ചു കൊണ്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല. അവരും കഴിക്കട്ടെ, അവർക്കും വേണ്ട ഇതിൻ്റെ ടേസ്റ്റ് അറിയാമെന്നുള്ളത്. എല്ലാവരും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിരിക്കുന്നത് നല്ലതല്ലേ. അപ്പം എനിക്കിഷ്ടപ്പെട്ട സംഭവങ്ങൾ ഞാൻ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാനാണ് ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇപ്പോൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തത്. ഈ കക്ക ഫ്രൂട്ട് ഇഷ്ടപ്പെട്ടവരും അതിനെ ആദ്യമായിട്ടാണ് കഴിക്കുന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്, ഇഷ്ടപ്പെട്ടോ അത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയാം. അതിനകത്തൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഈ കുരുകളൊക്കെ എനിക്കുള്ളൊരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ കുരുവൊക്കെ എടുത്ത് ഒന്ന് മുളപ്പിക്കാനിടും. അത് മുളച്ച് വരുമ്പോൾ എനിക്കൊരു ഹാപ്പിയാണ്. അതേപോലെ ഞാൻ ഇന്നാൾ ലോങ്ങൻ്റെ വിത്ത് മുളച്ചിട്ട് അത് മുളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് കിട്ടുന്ന വിത്തുകൾ, അപ്പോൾ ഇതിൻ്റെ വിത്തൊന്ന് ഇട്ട് നോക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങനെ നോക്കണം. പിന്നെ ഒരുപാട് ഭൂമിയൊക്കെ ഉള്ളവർ ഇതുപോലത്തെ വിത്തൊക്കെ ഇട്ട് മുളപ്പിച്ച് അവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ട് കുഴിച്ച് വെച്ചേരെ. ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും അല്ലെങ്കിൽ കഴിച്ചിട്ടുള്ളവരും കഴിക്കാത്തവരും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ബായ്.